ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPക്ക് ജയസാധ്യതയുള്ള 4 മണ്ഡലങ്ങളിൽ CPM അവരുടെ വീക്കസ്റ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് BJPയെ സഹായിക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഈ വീക്ക് കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് സർ അവരുടെ? ഈ 2026 CPM നയിക്കുന്ന LDF ഈ തുടർഭരണത്തിന് വേണ്ടിയുള്ള യജ്ഞമൊക്കെ നടത്തുന്നുണ്ട്. ഇതേ അവസരത്തിൽ BJP 2026 കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം കുറിക്കണം, നിയമസഭയിൽ ഒരു വലിയ അംഗസംഖ്യ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയുള്ള പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യം, CPM-ഉം BJP-യും തമ്മിൽ ഒരു ചില അന്തർധാര ഉണ്ട് എന്നുള്ള തരത്തിലാണ്. ഇത് എന്തായാലും കോൺഗ്രസിനെ തീർക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ BJP-യും CPM-ഉം തമ്മിലൊരു ധാരണ ഉണ്ടായി എന്ന് വരാം. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP-യുടെ മുദ്രാവാക്യം. അത് ഓരോരോ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനവും BJP-ക്ക് ബാലികേറാമല അല്ല. ബാലികേറാമല എന്ന് കരുതിയിരുന്ന ത്രിപുരയിൽ പോലും ഇപ്പോൾ ഭരിക്കുന്നത് BJP-യാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള മുന്നണികൾക്കൊക്കെ അറിയാം BJP ക്രമേണ ഇവിടം പിടിച്ചെടുക്കുമെന്നുള്ളത്. അതുകൊണ്ട് CPM-ന് ഒരുപക്ഷെ ഒരു തവണയും കൂടെ കിട്ടിയാൽ എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ 26 ഇവിടെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും. കേരളത്തില് ഈ ഒരു പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ BJP-ക്ക് കൂടുതൽ സാധ്യതയുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളില് മുൻപിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വിജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിലൊരു 3-4 മണ്ഡലങ്ങള് എന്തായാലും CPM-ൽ നിന്ന് യുവനിരയെ കൊണ്ടുവരണം. പക്ഷെ യുവനിരയിൽ CPM-ലുള്ളത് ഒക്കെ തന്നെ ഏതാണ്ട് ഒരു ചാവേറുകളാണ്. ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് ചർച്ച ചെയ്ത് പരാജയപ്പെട്ട് നാണം കെട്ട് പുറത്തേക്ക് വരുന്നവർ, പല മണ്ഡലങ്ങളിലും നിന്ന് തോറ്റു തുന്നം പാടി ആ യാത്ര തുടരുന്നവരുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ CPM-ന്റെ തന്നെ SFI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഒക്കെ നിന്ന് അക്രമം കാണിച്ചിട്ടുള്ളവരുമാണ്. അപ്പൊ നമുക്ക് അവരിലേക്ക് പോയാല്, ഇപ്പൊ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ 2006 DS മത്സരിച്ച് വിജയിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ 2016-ലും 2021-ലും ഒക്കെ 2ാം സ്ഥാനം BJP-യാണ് നേടിയത്. അവിടെ 2ാം സ്ഥാനം BJP നേടുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിന് അവിടെ പാലക്കാട് BJP-ക്ക് അല്പം സ്വാധീനമുള്ള ഇടമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP-യാണ് ഭരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവർ 2ാം സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ ഒരു വിജയസാധ്യത ഉള്ള മണ്ഡലമാണ്. പാലക്കാട് നിയമസഭയിൽ 2021-ൽ ഷാഫി പറമ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു. തുടക്കം മെട്രോമാൻ ശ്രീധരൻ വലിയ മുന്നേറ്റം കുറിച്ച ഇടമാണ്. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3000-4000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഷാഫിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പാലക്കാട് ഒരുപക്ഷെ BJP ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കും. ഒന്നുകിൽ കൃഷ്ണകുമാർ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയ ആളാണ് VS-ന്റെ എതിരെ മത്സരിച്ച്. അപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിനോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ BJP ഇറക്കുമ്പോൾ CPM അവിടെ വഴങ്ങിക്കൊടുക്കാൻ പോകുന്നത് SFI-യുടെ ഗുണ്ടാവിളയാട്ടം നടത്തി കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന അക്രമകാരിയായിട്ടുള്ള ആർഷോയെ കൊണ്ടുവന്ന് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ആർഷോ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് വരുന്ന ആളാണ്. അപ്പോൾ ആർഷോയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒക്കെ പരിചിതവുമാണ്. എന്നാൽ ആർഷോയ്ക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ഗുണ്ട മുഖമാണ്. ഗവർണറെ വഴിയിൽ തടയുന്നു, ഗവർണറുടെ നേർ പോർ വിളിക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ കലാലയങ്ങളിൽ പോകാതെ തന്നെ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആർഷയെ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ BJP-ക്ക് അനുകൂലമായിട്ട് മാറാൻ കഴിയും. കോൺഗ്രസ് പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് പോയിട്ട് അങ്ങനെ പോകും, അത്തരത്തിലാക്കി തീർക്കാൻ. അല്ലെങ്കിൽ CPM 3ാം സ്ഥാനത്താകും, കോൺഗ്രസ് 2ാം സ്ഥാനത്തേക്ക് വരും.
ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതുമാണ് കായംകുളം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലമാണ് കായംകുളം. അവിടെ ഇപ്പോൾ CPM-ലെ പ്രതിഭാഹരിയാണ് MLA. പ്രതിഭാഹരിക്ക് അവിടെ വലിയ വിഭാഗീയതയൊക്കെ നടക്കുന്നുണ്ട്. പ്രതിഭാഹരിക്കെതിരെയും CPM-ല് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. 2 തവണ പ്രതിഭാകരി MLA ആയിരുന്നു. ഇനി 3ാം വട്ടം അവിടെ പ്രതിഭാകരിക്ക് സീറ്റ് കൊടുക്കത്തില്ല. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. BJP-യിലെ തീപ്പൊരി. ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നവരാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നുവോ അവിടെ ഇളക്കി മറിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആലപ്പുഴയിൽ നമ്മൾ കണ്ടു. കായംകുളത്തും വിജയം ഉറപ്പായതുകൊണ്ടാണ് BJP അങ്ങോട്ടേക്ക് വിടുന്നത്. അവിടെ CPM ചാവേറായിട്ട് വിടുന്നത് ആർഷോയുടെ പിൻഗാമിയായ ആലപ്പുഴ ജില്ലക്കാരൻ SFIയുടെ അമരക്കാരനായിട്ടിരിക്കുന്ന ശിവപ്രസാദിനെയാണ്. വെല്ലുവിളി പ്രസംഗമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ആൾക്കാരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുക, വെല്ലുവിളിക്കുക, ഗുണ്ടായിസം, അതാണല്ലോ SFI എന്ന് പറയുന്നത്. ആ ശിവപ്രസാദിനെ ഇറക്കുക. അപ്പൊ ഇതൊക്കെ ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമായിട്ട് മാറുകയും ചെയ്യും. കോൺഗ്രസിൽ നിന്ന് അവിടെ മത്സരിക്കുന്നത് അരിതാ ബാബുവാണ്. 2021 മത്സരിച്ച CPM-കാര് ഈ അരിതാ ബാബുവിനെ ഒരു ക്ഷീര കർഷകയാണ്, പാൽക്കാരി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. അപ്പോൾ ശിവപ്രസാദ് മത്സരിക്കുന്നതോടുകൂടി എതിരാളിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ നേരെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, അങ്ങനെയാണ് ആ മണ്ഡലം. പണ്ട് വെസ്റ്റ് എന്നുള്ള രീതിയിലാണ്, അതിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ. അവിടെ ഇപ്പോഴത്തെ MLA ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു, 2.5 കൊല്ലം ഗതാഗത മന്ത്രിയായിട്ടിരുന്ന ആന്റണി രാജുവിനെ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ ആ പാർട്ടിയിൽ, ജനാധിപത്യ കേരള കോൺഗ്രസിൽ. അതങ്ങ് CPM ഏറ്റെടുക്കാൻ പോവുകയായി. അവിടെ ഈ തിരുവനന്തപുരം സെൻട്രലില് മത്സരിക്കാൻ CPM ഇറക്കാൻ പോകുന്നത് കൊല്ലം കുണ്ടറക്കാരിയായിട്ടുള്ള കേരള സർവകലാശാലയിൽ വലിയ വിവാദ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷയായ മുൻകാല പ്രാബല്യത്തോടുകൂടി ലക്ഷക്കണക്കിന് ശമ്പളം പിണറായി വിജയൻ കൊടുത്ത ഡോക്ടർ ചിന്തോ ജെറോമാണ് മത്സരിപ്പിക്കാൻ പോകുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാണ്. അപ്പൊ ചിന്തോ ജെറോം വന്നു കഴിഞ്ഞാൽ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന് വിജയം എളുപ്പമായിരിക്കും. 2021 കൃഷ്ണകുമാറോട് മത്സരിച്ചതാണ്. അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശിവകുമാർ ആയിരുന്നു. ശിവകുമാറിന് മിക്കവാറും പാറശാല സൈഡിലോട്ടായിരിക്കും സീറ്റ് കൊടുക്കുക. ഇവിടെ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ശബരിനാഥ് ആണെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കത്തില്ല. UDF-ലെ ഘടകകക്ഷിയായ CMB ആയിരിക്കും. CMB-യിലെ CP ജോൺ ആയിരിക്കും ഇവിടെ മത്സരിക്കുക എന്നും അറിയുന്നുണ്ട്. CP ജോൺ എന്തായാലും മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. CP ജോൺ എന്ന് പറഞ്ഞാൽ CMB-ക്ക് ഒരാളാണ് സീറ്റ് കൊടുക്കാൻ പോകുന്നത്. CP ജോൺ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിയുമാകും. അപ്പോൾ എന്തായാലും BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അടുത്തത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ നേമമാണ്. 2016 BJPക്ക് കൈനീട്ടം കിട്ടിയ മണ്ഡലമാണ്. അവിടെ BJP-യിൽ നിന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കാൻ പോകുന്നത്. എതിരായിട്ട് മത്സരിക്കാൻ CPM-ൽ നിന്നുള്ളത് ഇപ്പോഴത്തെ MLA ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിക്ക് ഇനി ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം മാറി നിൽക്കും. 4000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ, 4000-ൽ താഴെ 2021. അന്ന് മുരളീധരനും ആണ് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത്. ഇവിടെ മത്സരിക്കാൻ വരുന്നത് തിരുവനന്തപുരത്തിന്റെ തിലകക്കൂറിയായ ആര്യ രാജേന്ദ്രനാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് 2 CPM വനിതകള്, യുവ വനിതകള്
മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും പരാജയം രാവിലെ 8 മണിക്ക് തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യും. ആര്യ രാജേന്ദ്രന്റെ പിന്നെ ഒരു മേയർ എന്നുള്ള രീതിയിലുള്ള പക്ക പരാജയം മുഴുവൻ തിരുവനന്തപുരത്തുകാരായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നേമത്തും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സെൻട്രലിലും നേമവും BJPക്ക് അനുകൂലമായ തരത്തിൽ CPM സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ സഹായിക്കുന്നു. CPM സ്ഥാനാർത്ഥികൾ ചാവേറായി മാറാനും പോവുകയാണ്.